കമോൺ ബണ്ണി കമോൺ. ഓ സണ്ണി വിട്ടുകൊടുക്കണ്ട. എന്റെ കൊച്ചളിയ കുറച്ചുകൂടി മുകളിലോട്ട് പോട്ടെന്നേ. പട്ടത്തിന് പെട്രോൾ ചെലവൊന്നും ഇല്ലല്ലോ. ഇന്നലെ ബാങ്കിൽ വന്ന ബംഗാളി എന്നോട് ലോണിന്റെ കാര്യം ചോദിച്ചു. അവസരം കിട്ടിയ ഉടനെ സണ്ണി ബണ്ണിയുടെ പട്ടം പൊട്ടിച്ചു. കലക്കി സണ്ണി, നീ എത്ര ഉയരത്തിലാ പട്ടം പറത്തിയത്? ഇത് എന്റെ പട്ടമാണ്. എത്ര ഉയരത്തിലും പറക്കും, അല്ലാതെ പൊപ്പട്ട് പോലെയല്ല. ആ അത് ശരി. എനിക്ക് എത്രത്തോളം ഉയരത്തിൽ പറക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഇവൻ എന്തായി കാണിച്ചത്? അയ്യോ ദേ കൊള്ളക്കാരൻ. എടാ കഴുതേ, അത് കൊള്ളക്കാരനൊന്നും അല്ല, പോസ്റ്റ്മാനാ. വരുന്നാണ്ടപ്പോ കൊള്ളക്കാരനാന്നാ തോന്നിയേ. സാധാരണ കൊള്ളക്കാരൊക്കെ സിനിമയിൽ കുതിരപ്പുറത്തല്ലേ വരാറ്. ഇവിടെ ഒരു ചേഞ്ചിന് ഞാൻ സൈക്കിളിന്റെ പുറത്താന്ന് വിചാരിച്ചു. മിക്കവാറും നിന്റെ പുറത്ത് ഞങ്ങൾ കേറുന്ന ലക്ഷണം കാണുന്നുണ്ട്. ലെറ്റർ ബോക്സിലുണ്ട് പേപ്പർ. പോസ്റ്റ്മാൻ ദേ വന്നു, ദാ പോയി. സീ യു ലേറ്റർ. ഇത് സിഎമ്മിന്റെ ലെറ്ററാണ്. എനിക്ക് തോന്നുന്നത് പോസ്റ്റ്മാൻ അങ്കിൾ മാറ്റിയിട്ടു എന്നാണ്. അതേതായാലും നന്നായി. അദ്ദേഹം കത്ത് വാങ്ങിക്കാൻ വരുമ്പോ പറഞ്ഞ വാക്കൊന്ന് ഓർമ്മിപ്പിക്കണം. കാരണം റോഡിലെ കുണ്ടും കുഴിയും കാണുമ്പോ എനിക്ക് ചന്ദ്രനെ ഓർമ്മ വരുന്നത്. വേണ്ട, നമുക്ക് ഈ ലെറ്റർ സിഎമ്മിന് നേരിട്ട് കൊണ്ട് കൊടുക്കാം. PM അയച്ചതാ. ചിലപ്പോ ഇത് അത്യാവശ്യമുള്ളതായിരിക്കും. വരൂ, എനിക്ക് അദ്ദേഹത്തിന്റെ അഡ്രസ് അറിയാം. എടാ, ഈ ലെറ്റർ ഞാൻ തന്നെ സിഎമ്മിന് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സന്തോഷം കൊണ്ട് എനിക്ക് എന്തായാലും സമ്മാനം തരും. എടാ, ലെറ്റർ എനിക്ക് തന്നേക്ക്, അല്ലെങ്കിൽ ലെറ്റർ ഞാൻ കീറിക്കളയും. നിനക്ക് ഞങ്ങൾ തരുമായിരുന്നു, പക്ഷേ നിന്നെ അത്ര വിശ്വാസം പോരാ ഞങ്ങക്ക്. അതെ, നീ എല്ലാരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കും. ചിലപ്പോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ലെറ്റർ ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ലെറ്റർ ഞങ്ങൾ സിഎമ്മിന് നേരിട്ട് തന്നെ കൊടുത്തോളാം. എടാ ഹണി, ആ ലെറ്റർ ഇങ്ങ് തരാനാ പറഞ്ഞത്. എന്നെ കല്ല് വെച്ചെറിയുന്നോ? പിടിച്ചോ. ലെറ്റർ കിട്ടി. താങ്ക് യു ഹണി. ഈ ലെറ്റർ എന്തായാലും തൽക്കാലം നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. കൊച്ചളിയ, ഇവനൊരു നല്ല പയ്യനാണല്ലോ. നമ്മുടെ ജോലി അവനായിട്ട് ഈസി ആക്കി തന്നില്ലേ? അവൻ ഹെൽപ്പ് ഒന്നും ചെയ്തതല്ല, നിങ്ങളെ 3 പേരെയും കഴുതകളാക്കിയിട്ടാ അവൻ പോയത്. അയ്യോ, 3 പേരെയല്ല, 4 പേരെയാണ്. നിന്നെ ഇത് കൂട്ടിയിട്ടില്ല, നീ ഓൾറെഡി കഴുതയാണല്ലോ. സ്കൂട്ടർ എടുത്തോണ്ട് പോയി നമുക്ക് അവനെ ഫോളോ ചെയ്യാം. സണ്ണി, മര്യാദയ്ക്ക് ലെറ്റർ നീ എടുക്ക്. തരാനല്ലേ പറഞ്ഞേ? ഇല്ല, തരില്ല. എടാ സണ്ണി, ഇതെന്താ, വഴി അവസാനിച്ചോ? ഐഡിയ. എടാ, ഈ ലെറ്ററിന് വേണ്ടിട്ടല്ലേ നിങ്ങൾ എല്ലാരും എന്റെ പുറകെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നേ? ഇന്നാ പിടിച്ചോ, എന്താന്ന് വെച്ചാ ചെയ്യേ. ഏയ്, ലെറ്റർ കിട്ടി. സിഎം സാറിന് ഇങ്ങനെയുള്ള ലെറ്റർ ആരാ എഴുതുന്നേ? സണ്ണി നമ്മളെ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞു. വേഗം പിടിക്കവനെ. എവിടെ പോയവൻ? ഓരോരുത്തരും ഓരോ വഴിക്ക് പോ.
ദാ നിൽക്കുന്നു, ഇപ്പൊ ശരിയാക്കി തരാം. ബണ്ണി, സണ്ണി ഇവിടെ ഉണ്ട്. ആഹാ, ഐഡിയ. ഈ സോഫയുടെ ബെഡിനടിയിൽ കയറി ഒളിച്ചിരിക്കാം. ദേ നോക്ക്, സണ്ണിയുടെ ബൈക്കല്ലേ ആയിരിക്കുന്നേ. സണ്ണി, നീ എവിടെ ഒളിച്ചിരിക്കുന്നത്? ഇവിടെയും കാണുന്നില്ലല്ലോ. ഞങ്ങൾക്കറിയാം നീ ഇവിടെ ഉണ്ടെന്ന്. നീ പുറത്തേക്ക് വാ. എടാ സണ്ണി, മര്യാദക്ക് പുറത്തു വരാൻ നോക്ക്. അതെ കൊച്ചളിയാ, നമുക്കിവിടുന്ന് സോഫയൊന്നും വാങ്ങിക്കണ്ട. ദേ കവറൊക്കെ പുറത്തുനിന്ന് കിടക്കുന്ന കണ്ടില്ലേ? സോറി സാറേ, ഞാനിത് ഇപ്പോ ശരിയാക്കി തരാം. ദാ ലെറ്റർ കിട്ടി. ബണ്ണി വാ, ലെറ്റർ കിട്ടി. ഐഡിയ. സെക്യൂരിറ്റി അങ്കിൾ, എന്താ കാര്യം പറഞ്ഞോ? CM സാറിന് ഒരു ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ലെറ്റർ തരാൻ വേണ്ടി 4 പോസ്റ്റ്മാൻമാരോ? അയ്യോ, ഈ ലെറ്റർ ഞങ്ങളുടെ CM. അയ്യോ മക്കളെ, ഇത് CM സാറിനുള്ള ലെറ്റർ അല്ലല്ലോ. പക്ഷെ അതിൽ CM എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. സംശയമുണ്ടോ? ദാ ഈ ലെറ്ററിലെ ഒരു അഡ്രസ് എഴുതിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ അഡ്രസ് ഇവിടത്തേതല്ല. ദാ ഈ ലെറ്ററിൽ PM-ന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് വിളിച്ചോക്ക്. ഹലോ, PM സാറാണോ സംസാരിക്കുന്നത്? അങ്ങ് CM-ന് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നോ? അതെ PM, ഞാൻ പപ്പു മെക്കാനിക്കാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ എന്റെ അനിയൻ CM, അതായത് ചന്ദ്രു മെക്കാനിക്കിന് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞോളൂ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇനി മേലാൽ മുഴുവൻ പേരെഴുതാത്ത ലെറ്റർ അയക്കരുത്. അതെല്ലാരെയും കൺഫ്യൂഷൻ ആക്കും. സെക്യൂരിറ്റി അങ്കിളെ, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട ഈ ലെറ്റർ കൊണ്ട് വന്നത്. ഒരു കാര്യം ചെയ്, ഈ ലെറ്റർ അങ്കിൾ വെച്ചോ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊരു ടൈം പാസ് ഉണ്ടാവില്ലല്ലോ. നീ എന്താണ് എന്നെ കളിയാക്കിയാണോ? ഹണി, നമുക്കിവിടുന്ന് പോകാം. മര്യാദയ്ക്ക് ലെറ്ററിന് എടുക്ക്. സണ്ണി, ആ ഗാർഡന്റെ കൈ ഈ ലെറ്റർ കൊടുക്കാനുള്ള ധൈര്യമൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നീ തന്നെ കൊണ്ടുപോയി കൊടുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ മണ്ടൂസുകളെ, ഇപ്പൊ നോക്കിക്കോ. CM സാറിന് വേണ്ടി ഒരു ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും വന്ന് മനുഷ്യനെ കളിയാക്കുന്നോടാ. നിന്റെ അച്ഛന്റെ പ്രായമുണ്ടല്ലോ എനിക്ക്, എന്നിട്ടാണോ നീ എന്നെ ഇങ്ങനെ കളിയാക്കുന്നേ? നിന്നോടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഇന്നാ പിടിച്ചോ. ഞാൻ നിക്കടാ, എന്നെ ഇങ്ങനെ ഓട്ടിക്കാതെടാ, എനിക്ക് വയസ്സായടാ. കൊച്ചളിയാ, വാ നമുക്ക് ഈ ലെറ്റർ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സിൽ എത്തിക്കാം. വേഗം വാ.